എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തായാലും ഇനി ഉത്തമനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഉത്തമൻ വരികയും ചെയ്യും. ജമാല് പറഞ്ഞ പോലെ കോടീശ്വരനാണെങ്കിൽ വന്നിട്ട് അപ്പച്ചെ പൊണ്ണു കൊണ്ട് തുലാഭാരം തൂക്കുകയും ചെയ്യും. ഷായന കോടീശ്വരനമ്മേ. പുണ്യേ അതാ വരുന്നു. നീ പോയി കേട്ടോ, തൊഴുത്തിൽ പോയിരിക്കട്ടാ, വേറെ എവിടെയും പോകരുത്. എവിടുന്നാ നീ പശുവിനായിട്ട് ഞാനേ പോയാ കുത്തു വെക്കാൻ പോയോ? കുത്തിവെക്കാനൊക്കെ ഇങ്ങോട്ടല്ലേ വരിക. അത് പിന്നെ എവിടെ പോയതാ നീ അതിനായിട്ട്? ഞാനേ നന്ദിനെ മാവേനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. കുട്ടിയെ കാണിക്കാനോ? ആ അത് ശരിയാ. നന്ദിനിയും രമണീനും കണ്ടില്ലെങ്കിൽ കുട്ടിയെ അന്വേഷിക്കും. അതിന് രമണി ഒന്നില്ലല്ലോ. രമണി വന്നില്ലേ? രമണിക്ക് കാലിന് വയ്യ, കാലിന് മുറിവുണ്ട്. അപ്പൊ അവർക്ക് നടക്കാൻ വയ്യ. അപ്പൊ ഇനി മുറിവൊക്കെ ഉണങ്ങിട്ട് അവിടെ കൊണ്ട് കാണിക്കണം. ഇനി അതിനെയും കൊണ്ടുപോകണ്ടോ? അപ്പൊ അപ്പോഴും പോകാലോ നിനക്ക് അങ്ങോട്ട്. നന്ദിനെ കണ്ടപ്പോഴേ വാവനൊരു സന്തോഷം കാണണോ, ഭയങ്കര ചിരിയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുക. അവിടെ പേരൊക്കെ ചോദിച്ചോ നന്ദിനി? പേരെങ്ങനെ ചോദിക്കാ? ചെറിയ കുട്ടിയില്ലേ, വാ കുവേ കുവേന്ന് പറഞ്ഞ കുട്ടിയല്ലേ? അല്ലീ ചോദിച്ചായിരുന്നു. പക്ഷെ മനസ്സിലായി കിട്ടോ നന്ദിനി? മനസ്സിലാവൂലോ. കാരണേ തൊഴുത്തിൽ എപ്പോഴും കുമാരി പോയി നിക്കണല്ലേ. അത് ശരിയാ. അപ്പൊ അവർക്ക് അറിയാം. അതൊക്കെ അറിയാം. അപ്പൊ നീ കുമാരിനെ കണ്ടില്ലേ? കണ്ടു. കുമാരി അവിടെ നിക്കണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? അകത്തേക്കൊന്നും കേറിയില്ലല്ലോ. അല്ല നമ്മളിപ്പോ കുട്ടീനെ പശുവിനെ കാണിക്കാൻ അച്ഛൻ കുട്ടീനായിട്ട് പുറത്തേക്ക് വന്നു, നന്ദിനെ കാണിച്ചു, അകത്തേക്ക് പോയി പോന്നു. കുമാരിനോടൊന്നും മിണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോ രണ്ടാമത് പശുവിനായിട്ട് പോകണില്ലേ? ഇനി രമണീനായിട്ട് പോകുമ്പോ കാണാലോ. കാണാപ്പോ കുറച്ച് ഞങ്ങള് വരില്ലടാ. അവര് എന്തിനൊക്കെ വെപ്രാളടിക്കണം. വേഗം വരട്ടല്ലേ. നീ എന്നാ പറഞ്ഞാലും ഓനെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. എന്റെ പൊന്നു ബഹള കിടന്ന് ബഹളം ഉണ്ടാക്കാന്ന്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. വരട്ടെ അവനിങ്ങോട്ട്. എന്താണ് അപ്പച്ചി? ചേച്ചി കാണാൻ പോവാ. പറയണേ എന്റെ മോനെ. എടാ ഉത്തമൻ വിളിച്ച് നാത്തൂന്റെ വീട്ടിൽ ചെന്നപ്പോ അത് പൂട്ടിക്കിടക്കല്ലേ. അപ്പൊ അവൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ബഹളാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വരണ്ടോ? എന്റെ അപ്പച്ചി എന്താണ് ഇപ്പൊ അവനും കൂടെ വന്നാലും അവന്റെ കൂടി തറവാടല്ലേ? അവന്റെ കൂടെ തറവാടാണെങ്കിലും അവൻ ഇവിടെ കയറുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞാൻ ചാകണം. അപ്പച്ചി എന്നാ ഈ നാട് വിട്ടു പോയ മോൻ തിരിച്ചു വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടേ? നീ സന്തോഷിച്ചോ? എനിക്ക് സന്തോഷം തോന്നുന്നില്ല. അപ്പച്ചി എന്ത് ബഹളം ഉണ്ടാക്കിയാലും അത് അപ്പച്ചിയുടെ മോൻ തന്നെയല്ലേ. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇടപെടരുത്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. എന്റെ പൊന്നു പെങ്ങളെ അവനും കൊണ്ടൊന്നും വന്നോട്ടെന്ന്. പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടാ ഞാനാ. ഇപ്പൊ എന്ത് കോലത്തിലായി ഇരിക്കുന്നതെന്നെങ്കിലും നമുക്കൊന്ന് കാണാമല്ലോ. എന്തായാലും വരുമ്പോ കാണാലോ. വരട്ടെ. செல்லம் மரதகோ என்ன மாமா? என் தாய் வீடு. இதுதான் உங்கள வீடு? ரொம்ப பிரமாதமா இருக்கும். தேவர மகன் படத்திலே பெரிய தேவர வீடு மாதிரி இருக்கு. இந்த ஆள்கார் அப்படிதான். நிஜமாவா? நீங்க எல்லாரும் என்ன இப்படி பாக்குறது? நான் தான் உத்தமன். டேய் துமோ നിനക്ക് ഞങ്ങളൊക്കെ മനസ്സിലായോ? അതെന്നാ മാമ നീങ്ക അപ്പടി சொல்றது? ഞാൻ അവളെ മുട്ടാളാ? ഉത്തമ തമിഴ്നാട് സ്റ്റേറ്റ് കഴിഞ്ഞ് കേരളത്തിലെത്തി. നീ മലയാളമൊക്കെ മറന്നുപോയോ? മലയാളം മറക്കാനാ? മലയാളം മറന്നാ പിന്നെ ഉത്തമൻ ഇല്ലല്ലോ. അപ്പുണ്ണി മീശയൊക്കെ അങ്ങ് വളർന്നല്ല. പങ്കുവാ മീശയൊക്കെ പോയല്ല. ഞാൻ മീശക്കാരില്ല. നിനക്ക് എന്നെ മനസ്സിലായോ? ഇത് ആര്? 10 മാസം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന നിന്റെ തള്ള. അപ്പടിയാ? എന്റെ അമ്മേനെ എനിക്ക് അറിയാതിരിക്കുവോ? ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ. മരതകോ ഇതാ ഏ അമ്മ. ഇതാരാടാ?
ഇതെന്റെ ഭാര്യ. ആര്? ഭാര്യ. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. മരതകം என்ன மாமா? അമ്മക്കിട്ട് ആശീർവാദം വാങ്ങ. அம்மா ஆசீர்வாதம் பண்ணுங்க. നിന്റെ പേരെന്നാടി? മരതകം. എന്താ മരതകം? അയ്യോ, മനുഷ്യർക്കാരെങ്കിലും ഇങ്ങനെ പേരിടുവോ? അതൊരു മരുന്നിന്റെ പേരല്ലയോ? അച്ഛാ, തമിഴ്നാട്ടിലെ പേരൊക്കെ അങ്ങനെയാണ്. ഇനി ഞാൻ അമ്മ പോടാ. അമ്മ അല്ല അമ്മ. അമ്മ എന്നോടിങ്ങനെ കാണിക്കരുതിട്ടാ. നിങ്ങൾക്കറിയാമോ, ദളപതി സിനിമ ടിവിയിൽ വന്ന ഞാൻ കാണാറില്ല. അതെന്താ ഉത്തമ, നീ കമലഹാസന്റെ ഫാനാ? രജനീകാന്തിന് ഇഷ്ടല്ലേ? രജനീകാന്തിന് ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ വണ്ടിയിൽ മൊത്തം രജനീകാന്താ. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ആ സിനിമ കാണുമ്പോ ഈ നിൽക്കുന്ന എന്റെ അമ്മ ഉണ്ടല്ല, അമ്മേനെ എനിക്ക് ഓർമ്മ വരും. ഓ, അമ്മ ഉണ്ടായിട്ടും അമ്മ ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അത് മാമന് പറഞ്ഞാൽ മനസ്സിലാവും. ഏയ് അങ്ങനെ പറയലടോ ഉത്തമ. നീ അമ്മേനെ ഉപേക്ഷിച്ചു പോയതല്ലേ, അല്ലാതെ അമ്മ നിന്നെ ഉപേക്ഷിച്ചതല്ലല്ലോ. ഞാൻ സിനിമ കഥ പറയുമ്പോൾ അമ്മാവൻ ജീവിതം കൂട്ടിച്ചേർക്കണം. സിനിമയായിട്ടും ജീവിതമായിട്ടും കാണാൻ പഠിക്കണം. അതാണ് ജീവിതം അല്ലേ അമ്മ? അമ്മവനെ അവനോട് അങ്ങനൊന്നും പറയല്ലേ. അവൻ നമ്മളെ കാണാൻ വന്നല്ലേ എല്ലാരെയും. അതെ. പുണ്ണി, കുട്ടിക്കാലം മുതൽ ഈ തറവാട്ടിൽ എന്നെ മനസ്സിലാക്കിക്കണ ഒരേ ഒരാളുള്ളു, അത് പുണ്യ. அப்பனா உங்களை பத்தி நிறைய வாட்டி என் மாமன் சொல்லி இருக்கு. அவ்வளோ பாசம் இருக்கு ஓ மேல என் மாமன். എടാ ഉത്തമോ, എടാ വന്ന കാലിൽ നിന്ന് സംസാരിക്കാതെ അകത്തോട്ട് കയറി വാടാ. അത് കയറിയിരിക്കത്തമാ. വാ, കേറ് ഉത്തമ. എന്താടാ? അല്ല, നിങ്ങളെല്ലാരും എന്നെ വിളിച്ച്, പക്ഷെ എന്റെ അമ്മ മാത്രം എന്നെ വിളിച്ചില്ല. മോനെ ഉത്തമ, എന്താ അമ്മേ? ഇപ്പൊ അടി അവിടെ അതിന്റെ കാര്യം വിട്ടും. നിങ്ങൾ എന്താ 500 ആ ചെറുക്ക് എത്ര നാളും കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ വിളിച്ച് കയറ്റാതെ? കേറിക്കോട്ടെ അമ്മേ. എന്നെ മറികടന്ന് നീ പെരക്കകത്ത് കയറുന്നത് എനിക്കൊന്ന് കാണണം. അത് തന്നെ കാണണം. ഞാൻ ഒറ്റക്കകത്ത് കയറിയല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് ഒരുമിച്ച് പോവാം. പോരെ? ഉള്ള വാടി. ഇവള് വന്നാ ഇത് എവിടെയായിരുന്നു? വളം വാങ്ങാൻ പോയതായിരുന്നു. ഊട്ടി ഞാൻ തിരക്കാം അവിടെ. നീ എന്താ നോക്കിക്കുന്നത്? എന്റെ മാമ ഈ വാപ്പയും ഉമ്മയും കുമാരീച്ചയുടെ വീട് വൃത്തിയാക്കാനെന്ന് പറഞ്ഞു പോയിട്ട് കൊറേ നേരം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ അവര് വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് കയറി നടക്ക. നന്നായി കഷ്ടപ്പെട്ടിട്ടാ വരുന്നത് തോന്നിട്ടോ. എവിടെ അവിടെ വന്നിരിക്കുന്നത്? ജമാലും ഉണ്ടല്ലോ. നിങ്ങളിത് എവിടെയായിരുന്നു? കുമാരയുടെ വീട്ടിൽ തൂക്കാൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അതെനിക്കറിയാം. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ആ അത് പണിയെടുത്തുണ്ട് നടുവടിഞ്ഞ്. ആരുടെ? എന്റെ മോളെ എവിടെ ചെയ്ത പണി അറിയാമോ? അവിടെ ഒരു കുഞ്ഞു വാഴക്കൊല പഴുത്ത് കിടപ്പുണ്ടായിരുന്നേ. അതിൽ നിന്ന് പഴവും ഉരിഞ്ഞ് തിന്നോട്ട് മതിലിന്റെ മോളിൽ കയറി കാലു ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്ന് വളം വാങ്ങാൻ പോകേണ്ടി വന്നു. ഇല്ലേ ഞാൻ വന്ന് സഹായിച്ചേനെ. പഴം തിന്ന് സഹായിക്കും. അതെ, കഥയൊക്കെ പിന്നെ പറയാം. നമ്മുടെ അപ്പച്ചിയുടെ മോൻ ഉത്തമേട്ടൻ വന്നിട്ടുണ്ട്. ആ വന്നിട്ട് കുറച്ചു നേരമായി. എന്നിട്ട് ആളെങ്ങനെയുണ്ട്? അപ്പച്ചെ പോലെ തന്നെയാണ്. അതെന്ത് വർത്തമാനം സുലി പറയുന്നത്? അപ്പച്ചി പെണ്ണല്ലേ, ഉത്തമൻ ആണല്ലേ, അപ്പൊ അതെങ്ങനെ അതേപോലെ ഇരിക്കും? അല്ലെന്ന് അപ്പച്ചന് അത്ര സൗന്ദര്യമൊക്കെ ഉണ്ടോന്ന്. എന്തായാലും സൗന്ദര്യം ഇല്ലെങ്കിലും സ്വഭാവം അതാവായിരുന്നാ മതിയായിരുന്നു. നീ കണ്ട
ഉമ്മ ഞാൻ ഉത്തമണ്ണെ കണ്ടിട്ടില്ല. ആ ബെസ്റ്റ്. അല്ലെങ്കിൽ നിന്റെ സ്വഭാവം അതാ, ആരെങ്കിലും വീട്ടിൽ വരുമ്പോ കേറി പെരക്കാത്തിരിക്കും. അയ്യോ ഞാൻ ഒന്ന് കുളിക്കാൻ പോയതാ. നിനക്ക് ആ സമയത്തെ കുളിക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാം ഉത്തമണ്ണ അപ്പഴാ വരുന്നതെന്ന്. ഓ ഞാനാണെ കൃത്യസമയത്ത് തന്നെ വളവും വാങ്ങാൻ പോയി, എനിക്കും കാണാൻ പറ്റിയില്ല. അത് നന്നായി, ഇല്ലെങ്കിൽ അപ്പത്തന്നെ ആ വന്ന വഴിക്ക് പോയേനെ. എങ്ങനെ പണക്കാരനൊക്കെ ആയിട്ടാണോ വന്നേ? ഈ വരവും സെറ്റപ്പ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടേ പണക്കാരനൊന്നും ആയില്ലെന്നാ തോന്നുന്നേ. പിന്നെ ഈ മറ്റേ സ്കൂട്ടർ ഇല്ലേ ഈ തമിഴ്നാട്ടിൽ കാണുന്നേ, അതിൽ ഈ മഞ്ഞ കായസഞ്ചിയൊക്കെ സൈഡിൽ തൂക്കിയിട്ടിട്ടാ വന്നേ. ഓ നമ്മള് വെറുതെ അപ്പച്ചിക്ക് മോഹവാഗ്ദാനങ്ങളൊക്കെ കൊടുത്തല്ലോ ഇക്കാ. അതൊന്നും കണക്കാക്കണ്ട സുലു. ഈ തമിഴ്നാട്ടിലുള്ളവരെ കാശുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കൂല. ഈ കായസഞ്ചിയും തൂക്കിടക്കുന്ന അവരില്ലേ, പലരും കോടീശ്വരന്മാരാ ശരിക്കും. പിന്നെ നമ്മൾ മലയാളികളാണ് കാശില്ലെങ്കിലും കടം മേടിച്ച് പാന്റും ഷൂ ഇട്ട് ഇങ്ങനെ നടക്കണം. അവർ കാശുണ്ടെങ്കിലും കുറച്ചേ ചിലവാക്കൂ, സമ്പാദിച്ചു വെക്കും. മിക്കവാറും ഉത്തമനും കോടീശ്വരനായിരിക്കും. ആയിരിക്കും. ഉത്തമൻ ഒറ്റയ്ക്കാണോ വന്നേ? ഏയ് ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ട് ഇവിടെ. ഭാര്യയുണ്ടോ? അയ്യോ എനിക്കൊരു കൂട്ടായല്ലോ. ഉമ്മേനെ പോലെ തന്നെയാ. എന്റെ അത്ര സൗന്ദര്യം ഉണ്ടോ? അതല്ല, ഉമ്മേനെ പോലെ ഒരുപാട് സംസാരിക്കും. പക്ഷെ സന്തോഷിക്കണ്ട, തമിഴാ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാനും ഇവളും കൂടെ പുറത്തു പോയപ്പോഴേ ഒരു ബംഗാളിയുടെ ഭാര്യയായിട്ട് ഇവള് സംസാരിച്ചു. അവസാനം ആ ബംഗാളിയുടെ ഭാര്യ ഞാനില്ലേന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഓടണ ഓട്ടമായിരുന്നു. ഭാഷ സുലുവിന് ഒരു പ്രശ്നമല്ല. ഉമ്മ അതുപോലൊന്നും ഓടിക്കല്ലേ. ഇല്ല ഇല്ല. എന്നാ ബാ നമുക്ക് പോയി കാണാം. അല്ല ബാബ, ഉത്തമൻ ഇപ്പൊ ഉറങ്ങുന്ന തോന്നേ. ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണർത്തി കാണാം. സുലു പറഞ്ഞതാണ് കാര്യം. ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. അതിപ്പോ ഇവിടെ എന്തിനൊക്കെയാ പറഞ്ഞേ? വെറുതെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാനങ്ങ് പറഞ്ഞു. ഇതെന്താ ആലോചിക്കുന്നേ? അല്ല ഉറങ്ങുന്നവരെ നീ പോ ചെല്ലി. നീ അത് ആലോചിച്ച് കൊളവാക്കണ്ട. സുലു, ആ ഉറക്കം കണ്ടോ? നാട് വിട്ട് പോയിട്ട് തിരിച്ചു വന്ന് തറവാട്ടിൽ കിടന്നുള്ള സുഖ ഉറക്കം. നല്ല ഓമനത്തുള്ള മുഖം, തലയിലാണെങ്കിൽ ഒരൊറ്റ മുടിയില്ല. ഉത്തമന്റെ ഭാര്യക്ക് തലയിൽ കയറാൻ പറ്റൂല. അതെന്താ? തെന്നി താഴെ വീഴും. നാട് വിട്ടുപോയിട്ട് തിരിച്ചു വന്ന ഒരാളെ ജീവനോടെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാനും പാപ്പ. അപ്പൊ എന്റെ കൊച്ചാപ്പ പോയിട്ടോ? കൊച്ചാപ്പയുടെ മയ്യത്തല്ലേ കൊണ്ടുവന്നേ. അതെ, നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതിയോ? ഒന്ന് പരിചയപ്പെടണ്ടേ? വിളിക്കട്ടെ? ഉത്തമനിക്ക, ഇക്ക, ഉത്തമനിക്ക. ഞാൻ ജമാല്. ഞാൻ മജീദ്. ഞാൻ സുലു. ഞാൻ ഷാഹിന. ഞാൻ എന്റെ അമ്മയുടെ തറവാട്ടിൽ കിടന്നാണല്ലോ ഉറങ്ങിയത്. ഇതെങ്ങനെ നിങ്ങളുടെ ഇടയിലെത്തിയത്? നമ്മളൊക്കെ ബന്ധുക്കളല്ലേ ഇക്ക? നമ്മളാ? ഏത് വകുപ്പില്? ഇക്കൊക്കെ അവൻ അറിയില്ലേ? ഉത്തമ മോനെ, മോൻ പേടിക്കണ്ട, ഇത് മോന്റെ തറവാട് തന്നെ. ഞാൻ ഉറക്കത്തിൽ എണീറ്റില്ലേ ശരിക്കും? ഉത്തമേട്ടാ സംശയിക്കണ്ട, ഇത് കൊട്ടിലപ്പാട്ട് തന്നെയാ. ഞാനേ ഇവിടുത്തെ അമ്പിളിയുടെ ഭാര്യ. അമ്പിളിയുടെ ഭാര്യയാണോ? അത് ശരി. അപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അയ്യോ ഇന്റർകാസ്റ്റ് അല്ല, ഒളിച്ചോടിയതാ. ഇവളെന്റെ മോള്. ഓ ഇതെന്റെ ഇക്ക. അതെന്റെ ഇത്ത. മനസ്സിലായ? മനസ്സിലായി, പക്ഷെ ഒന്നോടെ പറഞ്ഞാൽ ക്ലിയർ ആവും. അതെ, എന്റെ ഇത്ത. ഇതെന്റെ കെട്ടിയോള്. ഇതെന്റെ വാപ്പ. ഇത് ഞങ്ങളെ മോള്. ഇപ്പൊ മനസ്സിലായ? നിങ്ങൾ അമ്പിളിയുടെ ബന്ധുക്കാരാണ്. എനിക്ക് അപ്പോഴറിയാം അമ്പിളിക്ക് ഇതുപോലത്തെ ബന്ധുക്കളെ കിട്ടുള്ളൂ. അല്ല, ഈ അമ്പിളിക്ക് ഇന്റർകാസ്റ്റ് മാരേജ് ഭയങ്കര ഇഷ്ടമാണ്. അവന് ചെറുപ്പത്തിൽ അത് തെളിയിച്ചിട്ടുണ്ട്. അതെങ്ങനെ? ഞങ്ങൾ ക്രിസ്മസിന് കരോള് കളിക്കാൻ പോയപ്പോണ്ടല്ല, പള്ളിയിലെ കപ്പിയാരുടെ മോൾക്ക് ഇവൻ ലെറ്റർ കൊടുത്തു. എന്റെ അമ്പിളിക്കോ? മോള് പേടിക്കൊന്നും വേണ്ട, ആ കൊച്ചു തിരിച്ചു ലെറ്റർ ഒന്നും കൊടുത്തില്ല. ആ കൊച്ചെന്നല്ല, ഈ പഞ്ചായത്തിൽ ഒരു കൊച്ചും ഇവൻ ലെറ്റർ കൊടുക്കൂല. അതെന്താ? അവന്റെയും മോന്തയും വെച്ചിട്ട് ഏത് പെണ്ണി ചെല്ലാനാണ്? പിന്നെ ഇതുപോലെ അബദ്ധത്തിന് വന്ന് പെടണം. മോള് വിളിച്ച് ചോദിക്കും. ഞാൻ ചോദിക്കില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടൂല. ഉറപ്പായിട്ടും ചോദിക്കും. അല്ല, വിളിച്ചു ചോദിക്കൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട വേണ്ട,
പെടാള വെട്ട് ഇപ്പൊ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. അയ്യോ ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ടട്ടാ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ. തമാശക്ക് പറഞ്ഞതാണ്. ഇച്ചിരി അടച്ചു വെക്ക്, അടക്കുവാ. ഇതിന് ഇവിടുത്തെ വലിയ ആൾക്കൂട്ടം, ഇവിടെ തന്നെ അവരെ ഉത്സവം നടക്കുന്നുണ്ടോ? എന്നാ കൊറേ നേരം ആയാലും കിടന്നുറങ്ങാൻ തുടങ്ങിട്ട് എഴുന്നേറ്റ് പോടാ. അപ്പച്ചി എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഉത്തമനെ വിഷമിപ്പിക്കുന്നത്? ഉത്തമൻ അപ്പച്ചിയെ കാണാൻ തിരിച്ചു വന്നില്ലേ, ഇനി സന്തോഷത്തോടെ ജീവിക്ക്. ക്ഷമിക്കപ്പച്ചി. ഇവനോട് ഞാൻ ക്ഷമിക്കാനോ? അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓ അമ്മ, ഇതൊക്കമ്മ ബന്ധുക്കാരുടെ മുന്നിൽ വെച്ച് ഇപ്പിടി തിട്ടേ. ഞാൻ ഒറ്റക്ക് അമ്മയുടെ അടുത്ത് വരാം, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇപ്പൊ ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നത് കേട്ടോ. മരതകോ എന്നാ മാമാ? നീ എല്ലാരും പരിചയപ്പെട്ടാ? மாமன் தூங்கும்போது நான் எல்லாரையும் பார்த்தாச்சு. நல்ல ரொம்ப நல்ல ஆளுங்க. നീ മാറി, ഞാൻ പോണം. இல்லம்மா நானும் வருது. எனக்கு இந்த வீடு மொத்தം சுத்தி பார்க்கணும். സുറ്റി പാകാൻ തന്നെ കാഴ്ച മംഗളാവോ? നിനക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കണ്ടാ പോരെ? ഞാൻ പറയാ വരണോ? നീ പോ. மாமா நிஜமா இது உங்கள் அம்மா தான். நல்ல ஸ்வீட் அம்மா. மாமா മരതകത്തിന് മലയാളം അറിയില്ലല്ലേ? മരതകത്തിന് നല്ല പോലെ മലയാളം അറിയാം. പിന്നെന്താ ഇങ്ങനെ? പക്ഷെ അമ്മക്ക് മരതകത്തിന് ശരിക്കും അറിയില്ല. അക്ക, ഇത് കൊള്ളാലും നല്ല രസമുണ്ടല്ലോ. നമ്മ ഊരില് എല്ലാരുമേ കാലേ ഇത് ചെയ്യും. കാലയിലോ? രാവിലെ രാവിലെ എല്ലാ ദിവസവും ചെയ്യും? എല്ലാ ദിവസവും ചെയ്യും. അക്ക, ഞാൻ ഇടട്ടെ ഇനി? ഉനക്കറിയുമോ? അറിയില്ല, പക്ഷെ നോക്കാലോ. അയ്യോ അത്രയും വേണ? കൊഞ്ചം കൊഞ്ചം മതിയാ? ഇത്ര என்ன அப்படியல்ல, கொஞ்சம் எடுத்துட்டு இப்படி செய்யுங்க. സാഹിന, നീ നല്ല ചെയ്യുന്നുണ്ടല്ലോ. ആണോ? എന്നാ ഇനി എല്ലാ ദിവസവും ഞാൻ ചെയ്യട്ടെ? നല്ല ഇരിക്കട്ടാ. ആണല്ലേ? നമുക്ക് ലാസ്റ്റ് മഞ്ഞൾ പോടാം. ഇപ്പൊ ഇട്ടാലോ? ലാസ്റ്റ്. അപ്പച്ചി രണ്ട് കോലം. കോലം വരക്കടി, വരക്ക്. വരച്ച് വരച്ച് നീ തമിഴ്നാട്ടിൽ നിന്ന് കേരളം വരെ വന്നില്ലേ? ഞാനോ? നീ അല്ല, നീ അയൽ സംസ്ഥാനം. അക്കൊക്കെയുള്ളതാ. എന്നാ അമ്മ ഇപ്പടി സൊല്ലുത്? എടി, നിന്നെ കെട്ടിയതുകൊണ്ടാടി എന്റെ പൊന്നുമോൻ തമിഴ്നാട്ടിൽ തന്നെ നിന്ന് പോയത്. അല്ലെങ്കിൽ എന്നെ കാണാൻ അവൻ നേരത്തെ ഇങ്ങ് വന്നേനെ. ഉങ്ങൾക്ക് തെറ്റി. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഉങ്ങളെ മകൻ തമിഴ്നാട്ടിൽ നിന്നും കേരളാവിലേക്ക് ഇപ്പൊ തിരുമ്പി വന്നത്. ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. എടി, എന്റെ മോൻ അങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന കേൾക്കുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് അവൻ ഇവിടെ തന്നെ നിന്നേനെ. മാമാവെ പറ്റി അങ്ങനെയൊന്നും സൊല്ലാതെ. മാമ പാവോ. അയ്യോ, പറ്റതള്ളയായി എന്നെയൊക്കെ അറിവാണ് നിനക്ക് അവനെ പറ്റി അല്ലേ? എനിക്ക് നന്നാ തെരിയും എന്റെ മാമനെ പറ്റി. ഞാൻ ഉങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടാ? ചോദിക്കടി. മാമാവക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാ? പുട്ടും കടലും പപ്പടവും. അത് പണ്ട്. ഇപ്പൊ പൊങ്കല് താൻ പിടിക്കും. പുട്ടും കടലയും പിടിക്കാത്. എന്നാ വേറൊരു കാര്യം ചോദിക്കട്ടുമാ? ഇഷ്ടപ്പെട്ട കളർ എന്നാ? തപ്പണ്ട തപ്പണ്ട, മജന്ത കളറില് മഞ്ചപ്പുള്ളി. അയ്യോ, മാമാവക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരെന്ന് தெரியுமா? തെരിയോടി, ജയൻ. അല്ല, അത് പണ്ട്. ഇപ്പോ ദളപതി രജനിയാണനും ഇളയ ദളപതി വിജയാണനും. ഇതൊന്നും உங்களுக்கு தெரியாதல்ல. ஆனா எனக்கு தெரியும். തെരിയോടി, തെരിയും.
എല്ലാരും കൂടി എന്റെ മോന്റെ ജീവിതം തുലച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എപ്പടി അക്ക മതി നിർത്ത്. അപ്പച്ചി തുടങ്ങിയാ പിന്നെ നിർത്തത്തില്ല. ഞാൻ തുടങ്ങിയ നിർത്തത്തില്ല. എന്നാ പിന്നെ രണ്ടുപേരും നിർത്ത്. അപ്പച്ചേ അകത്തോട്ട് ചെല്ല്, കുറച്ചേരം റെസ്റ്റ് ചെയ്യ്. കുറച്ച് കഴിയുമ്പോ നമുക്ക് വീണ്ടും തുടങ്ങാൻ. എന്നിട്ട് ഇതേത് പൊടി കൊണ്ടാണ് ഈ കോലം വരച്ച് വെച്ചിരിക്കുന്നത്? ഇത് പൊട്ടുപടി. വെറുതെ അല്ല എന്റെ പൊന്നുമോന് പുട്ടുകടല ഇഷ്ടമില്ലാത്തത്. പുട്ടുകടല ഉണ്ടാക്കി അവന് കൊടുക്കുകയല്ലേ, ഉള്ളത് കൂടെ അവള് കോലം വരച്ച് കളിക്കുകയല്ലേ. എന്റെ അപ്പച്ചി ഒന്ന് അകത്തോട്ട് ചെല്ല്, ഞങ്ങളെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അയ്യോ പിന്നെ ഇവിടെ കലോത്സവം നടക്കുകയല്ലേ, പോയി മത്സരിച്ച് സമ്മാനം കൊണ്ടിപ്പോ വിളിങ്ങി വരും. അപ്പച്ചി വച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. അക്ക ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ. എനിക്കിതൊന്നും ഒരു പ്രശ്നയില്ല. ഇതൊക്കെ ചെറുത്. നീ ചെയ്. മരതകം അവിടെ ഒരു കോലം വര. ഇട്ട് കള നാത്തൂനെ. ബാലാമ്മയുടെ തനി സ്വഭാവം അവർക്ക് അറിയാൻ പാടില്ല. അവള് വേറൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന കുട്ടിയല്ലേ, അപ്പൊ സംസ്കാരങ്ങൾ തമ്മിൽ മാറ്റം ഉണ്ടാവും. ബാലാമ്മയുടെ സംസ്കാരം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അവള് വാളയാർ ചെക്ക് പോസ്റ്റ് ചാടി തമിഴ്നാട്ടിലേക്ക് പോകും.